ഹലോ, വെൽക്കം ടു വോക്ക് വിത്ത് കാവ്യ. 2-3 ദിവസമായി ഇതുപോലൊരു വലിയ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം വർക്കിൻ്റെയൊക്കെ ഭയങ്കര ബിസി കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് ഞാൻ കുറേ ദിവസം മുന്നേ തന്നെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. ഇത് ഈ മീനൊക്കെ ഓർമ്മയുണ്ടോയെന്നറിയില്ല, നമ്മൾ ലാസ്റ്റ് വീഡിയോ മോറിസൺസിലൊക്കെ പോയി ബേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പാത്രം വാങ്ങുന്ന സമയത്ത് വാങ്ങിയതായിരുന്നു. അതൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ്. അപ്പം ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ കരുതിയത് ഓക്കെ എന്നാൽ പിന്നെ മീൻ കറിയും മീൻ വറുത്തൊക്കെ ഉണ്ടാക്കാൻ കരുതി. മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കണ്ട, ചോറ് മാത്രം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പം അത് കാരണം ഞാൻ വന്ന് വാങ്ങിയ സിലോപ്പിയും മത്തിയൊക്കെ കൂടെ കറി വെക്കാം എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ക്ലീനാക്കി സെറ്റാക്കി കറി വെക്കാനുള്ള പരിപാടിയിലാണ് ഡിന്നറ്. ഇവിടെ പാവം എൻ്റെ ലിസ ഞാൻ മീൻ കഴുകുന്നതും അവിടെ മാറ്റി വെക്കുന്നതും ഒക്കെ അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളങ്ങനെ ആലോചിക്കുകയാണ്, ഞാനൊരു പൂച്ചയാണല്ലോ ഈശ്വര, എനിക്കൊരു തേങ്ങയും തരുന്നില്ലല്ലോ, ക്യാറ്റ് ഫുഡ് മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ മൊത്തം മീനും കൂടെ ഉണ്ടാക്കാറില്ല. പൊതുവേ ഞാൻ ഭയങ്കര ലുപ്തിച്ചൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിലായത് കാരണം കുറേയൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കുറച്ചായിട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ. മീൻകറി മാത്രം ലാവിഷായിട്ട് ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയാണ്. മറ്റത് ഇനി വേറെ ദിവസം കറി ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ എല്ലാം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവുമോ, പൈസ ചിലവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. പൊതുവേ ഞാൻ ബസ്മതി റൈസ് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി വെക്കലാണ്. അങ്ങനെ ചോറും കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് പതിയെ നിർത്തിയതായിരുന്നു. ഇന്നിപ്പോൾ പിന്നെ എനിക്ക് ചോറും കറിയൊക്കെ തന്നെ കഴിക്കണം എന്നൊരു ആഗ്രഹം കാരണം ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കിയതാണ്. ബീട്രൂട്ടൊക്കെ വാങ്ങി അതൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് ചുങ്ങിപ്പോകുന്ന പോലത്തെ ഒരു അവസ്ഥയെത്തും. അപ്പോൾ അത് കാരണം ബീട്രൂട്ട് തോരനും കറിയൊക്കെ ഉണ്ടാക്കാം എന്ന് വൈകിട്ടായപ്പോൾ പെട്ടെന്നുണ്ടായൊരു ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. അത് കാരണം ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ക്യാരവൻ പോലൊരു സെറ്റപ്പ് ആയത് കാരണം നമുക്ക് ഭയങ്കര സ്പേസ് കുറവാണ്. ഞാൻ ആ ചട്ടി വെച്ചിരിക്കുന്ന പോലും നമ്മൾ പൊതുവെ ബർണറിൻ്റെ ഒക്കെ മുകളിലുണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ചട്ടി ഇങ്ങനെ പിടിച്ച് നിർത്തുന്നത്, അതുപോലത്തെ അല്ല എൻ്റെ ബർണറിൻ്റെ ഉള്ളത്. അപ്പോൾ അത് കാരണം ആ ഉള്ളത് എടുത്ത് മാറ്റി ഞാൻ അത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, ചട്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. കറി ചട്ടിയിൽ ഉണ്ടാക്കണം എന്നുള്ളത് കാരണം ഞാനത് വാങ്ങിയത്. അത് വാങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലോ ഭയങ്കര ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം ചട്ടി ചൂടാവാൻ ഒരുപാട് ടൈം എടുക്കുക. ഗ്യാസ് കുറേ പോകുന്നുണ്ടോയെന്ന് തോന്നും, കാരണം ഒറ്റയടിക്ക് ചട്ടി ചൂടാവാതെ ഒരുപാട് ടൈം എടുത്താണ് അത് ചൂടാവുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് ആ ചട്ടി ഇങ്ങനെ പൊന്തി ബാക്കിയെല്ലാം താന്നിരിക്കുന്നത് ആ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും. എനിക്ക് കുക്ക് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ എല്ലാവരും വീഡിയോ എടുക്കുന്നത് പോലെ മുകളിൽ നിന്ന് എടുത്ത് ഓരോന്ന് ഇടുന്നതായിട്ടൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. എങ്ങനെ വെക്കും, എവിടെ സ്പോട്ട് ചെയ്യും എന്നുള്ളതിന് വലിയ ഐഡിയ കിട്ടില്ല. ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് പിന്നെ എനിക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടാൻ തുടങ്ങിയത് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോഴത്തേക്കും നമ്മൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പോയില്ലേ, പിന്നെ അതൊക്കെ നിർത്തി രണ്ടാമത് തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം പറ്റിയില്ല. ഞാൻ നെക്സ്റ്റ് വീഡിയോ എങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്കും അതുപോലെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ യു, ബൈ.